മലയാള വർഷത്തിലെ ഏറ്റവും വിശുദ്ധവും ആത്മീയ പ്രാധാന്യമേറിയതുമായ കർക്കിടക മാസത്തിന് തുടക്കമായി. ആത്മീയത, ആരോഗ്യ സംരക്ഷണം, കുടുംബ ഐക്യം, ദാനധർമ്മങ്ങൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന മാസമായാണ് കർക്കിടകം കേരളത്തിൽ ആചരിക്കപ്പെടുന്നത്. പഞ്ഞമാസം എന്നറിയപ്പെടുന്ന കർക്കിടകം കാർഷിക ജീവിതത്തിൽ ഒരു കാലത്ത് ഏറെ പ്രയാസങ്ങൾ നിറഞ്ഞ മാസമായിരുന്നു. മഴക്കെടുതിയും കാർഷിക ജോലികളുടെ കുറവും സാമ്പത്തിക പ്രതിസന്ധിയും കാരണം ജനജീവിതം ദുരിതപൂർണമായിരുന്ന കാലത്തിന്റെ ഓർമ്മകളാണ് ആ പേരിന് പിന്നിൽ. എന്നാൽ ഇന്ന് കർക്കിടകം ആത്മീയ ഉണർവിന്റെയും ആരോഗ്യ പരിപാലനത്തിന്റെയും കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെയും മാസമായാണ് പൊതുവെ ആഘോഷിക്കപ്പെടുന്നത്. കർക്കിടക മാസാരംഭത്തോടെ ക്ഷേത്രങ്ങളിൽ ഭക്തജനങ്ങളുടെ തിരക്കാവും. ഇനി രാമായണ മാസമായും കർക്കിടകം ആചരിക്കുന്നതിനാൽ വീടുകളിലും ക്ഷേത്രങ്ങളിലും രാമായണ പാരായണത്തിന് തുടക്കവുമായി. മാസം മുഴുവനും സന്ധ്യാസമയങ്ങളിൽ രാമായണ പാരായണം നടത്തുന്നത് കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും കൈവരുമെന്ന വിശ്വാസമാണ് നിലനിൽക്കുന്നത്. ആരോഗ്യ സംരക്ഷണത്തിനും കർക്കിടകത്തിൽ പ്രത്യേക പ്രാധാന്യമുണ്ട്. ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ കർക്കിടക കഞ്ഞി, ഔഷധ ചേരുവകൾ ചേർത്ത വിഭവങ്ങൾ, ആയുർവേദ ചികിത്സകൾ എന്നിവ ഈ മാസത്തിൽ വ്യാപകമായി പിന്തുടരുന്നു. മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാനും ശരീരത്തിന് പുതു ഊർജം നൽകാനും ഇത് സഹായിക്കുമെന്നാണ് ആയുർവേദ വിദഗ്ധർ പറയുന്നത്. മിഥുനത്തിന്റെ അവസാന നാളുകളിൽ വീടും പരിസരവും ശുചീകരിച്ച് പ്രാർത്ഥനകളോടെയാണ് പല കുടുംബങ്ങളും കർക്കിടക മാസത്തെ വരവേൽക്കുന്നത്. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് അന്നദാനം, ഭാഗവത പാരായണം, രാമായണ വായന, ഭജന, പ്രത്യേക പൂജകൾ തുടങ്ങി വിവിധ ആത്മീയ പരിപാടികൾ മാസം മുഴുവൻ നടക്കും. സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിലും രാമായണ മാസാചരണവും ആത്മീയ പ്രഭാഷണങ്ങളും സംഘടിപ്പിക്കും. ആത്മീയ ചിന്തയും ആരോഗ്യകരമായ ജീവിതശൈലിയും പ്രകൃതിയോടുള്ള ഇണങ്ങിച്ചേരലും ഒരുമിച്ച് വിളിച്ചോതുന്ന കർക്കിടക മാസത്തെ ഭക്തിപൂർവ്വം വരവേൽക്കുകയാണ് ജില്ല. പ്രത്യേകിച്ച് പാലക്കാട് ഉൾപ്പെടെയുള്ള ഗ്രാമീണ മേഖലകളിൽ പഴമയുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും ഇന്നും അതേ ആവേശത്തോടെ പിന്തുടരുന്നത് കർക്കിടക മാസാചരണത്തിന്റെ പ്രത്യേകതയായി തുടരുന്നു. UTV ന്യൂസ്, പാലക്കാട്.